എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഇവിടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? എൻ്റെ നക്ഷത്രം കഴിഞ്ഞു, പിറന്നാൾ കഴിഞ്ഞു. പക്ഷെ പിറന്നാൾ നക്ഷത്രം എന്നൊന്നുമല്ല, ഇന്നാണ് അത്തം. നമ്മുടെ ചിങ്ങമാസത്തിലെ അത്തമാണെന്ന്. അപ്പോൾ ഇന്ന് മുതലാണ് നമ്മൾ പൂക്കളിടുന്നത്. അത്തം മുതൽ ഓണം വരെ പൂക്കളിടും. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ചാണകമൊക്കെ മെഴുകി അതിലാണ് നമ്മൾ പൂക്കളൊക്കെ ഇട്ടിരുന്നത്. പൂക്കൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കിട്ടുന്ന സ്വന്തം നമ്മുടെ മുറ്റത്ത് കിട്ടുന്ന പൂക്കൾ വെച്ചിട്ടാണ് പൂക്കളൊക്കെ ഇട്ടിരുന്നത്. ഇപ്പോൾ പൂക്കളൊന്നും ഇല്ല, എല്ലാവരും പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന എന്താ പൂക്കൾ വെച്ചിട്ടാണ് പൂക്കൾ ഉണ്ടാക്കുന്നത്. എന്താ ചെയ്യാല്ലേ, കാലത്തിനനുസരിച്ച് നമ്മൾ മാറുകയാണ്. പക്ഷെ ഞാൻ എന്താ കുഞ്ഞു പൂക്കൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കൊച്ചു കൊച്ചു പൂക്കൾ വെച്ചിട്ടുണ്ടാക്കിയ പൂക്കളാണ്. അപ്പോൾ എല്ലാവരും പൂക്കളൊക്കെ ഉണ്ടാക്കുക, ഓണം അടിച്ചു പൊളിക്കുക. നമ്മൾ മക്കൾക്ക് ഓണത്തിൻ്റെ എന്താ പറയുക പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അവരും അതൊക്കെ ഒന്ന് അറിയട്ടെ അല്ലേ. കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ ഒരുപാട് പേര് വിഷസ് അറിയിച്ചിരുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ്. പേഴ്സണലി ആയിട്ട് എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല, കാരണം 10,000-ഓളം കമൻറ്റ്സ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ അറിയാലോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിപ്പോൾ നന്ദി പറയാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ സ്നേഹം ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ടിപ്പരിപ്പിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സദ്യ വിഭവങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് തെക്കോട്ട് പോകുന്നതോറും ഈ പരിപ്പ് കറി നിർബന്ധമാണ്. നമ്മൾ തൃശ്ശൂർ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല തെക്ക് ഭാഗത്തുള്ള പോലെ. കട്ടിപ്പരിപ്പായിട്ടുണ്ടാക്കും, ലൂസ് പരിപ്പായിട്ടുണ്ടാക്കും. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് കട്ടിയിലുണ്ടാക്കുന്ന പരിപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി മാറ്റിയിട്ട് ലൂസാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒട്ടും താമസിക്കാണ്ട് എങ്ങനെയാണ് സദ്യയിലെ ഇമ്പോർട്ടൻ്റ് വിഭവമായ കട്ടിപ്പരിപ്പ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് കട്ടിപ്പരിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയർ പരിപ്പ്, കട്ടിപ്പരിപ്പിന് ഉപയോഗിക്കുന്ന പരിപ്പ്. ഓക്കെ, ഇത് എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് വറുത്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക, ചൂടാക്കാൻ വെക്കുക. കടായി അതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനൊരു നല്ലൊരു മണം വരുന്ന വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യുക. ഇത് വെറുതെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, പെട്ടെന്ന് ഭയങ്കരമായിട്ട് അങ്ങ് വേറൊരു സ്മെല്ല് വരും ഇത് വറക്കാണ്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എപ്പോഴും പരിപ്പ് വറുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം വേണം നമുക്ക് കുക്ക് ചെയ്യാൻ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റുക. അപ്പോൾ ഇത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നന്നായി കഴുകിയെടുക്കട്ടെ കേട്ടോ. പരിപ്പ് നന്നായി കഴുകിയിട്ടുണ്ട്. ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ആ കുക്കറിലോട്ട് ഇപ്പോൾ 1 ഗ്ലാസ് പരിപ്പല്ലേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട, 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അല്പം ഉപ്പ്, കുറച്ച് മതി. പിന്നെ അല്പം വെളിച്ചെണ്ണ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഇത് പരിപ്പ് വിസിലൊക്കെ വരുമ്പോൾ പുറത്തേക്ക് പരിപ്പ് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, ഓവറായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഇത് ഞാൻ അടയ്ക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേട്ടോ. ഈ പരിപ്പിലേക്ക് അരയ്ക്കാനുള്ള നാളികേരമാണ് വേണ്ടത്. അപ്പോൾ നാളികേരം ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്, അതായത് 2 കൈപ്പിടി എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ നാളികേരത്തിൽ കൂടെ 1/2 ടീസ്പൂൺ ജീരകം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും, പേരുമനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കുക. ഇത് നല്ല ഫൈനായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ ഞാൻ. ദേ നമ്മുടെ പരിപ്പ് നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് നല്ല പരിവായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മുടെ കയ്യിലിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇത് കട്ടിപ്പരിപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി കട്ടിയിൽ വെക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ലൂസ് പരിപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. ചിലർക്ക് ലൂസ് പരിപ്പായിരിക്കും ഇഷ്ടം, അതേസമയം ചിലർക്ക് കട്ടിപ്പരിപ്പായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ആ വെള്ളത്തിൻ്റെ അളവിലും മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായി ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നാളികേരം അരയ്ക്കുമ്പോൾ ചില സൈഡിലേക്ക് പോകുമ്പോൾ വെളുത്തുള്ളി ചേർക്കാറുണ്ട്, പക്ഷെ ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല. എനിക്ക് സദ്യ ഐറ്റംസിലൊന്നും ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല. അപ്പോൾ വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി നിങ്ങൾക്ക് ചേർക്കാം നാളികേരത്തിൻ്റെ കൂടെ അരയ്ക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നാളികേരവും ജീരകവും പച്ചമുളകും കൂടി നന്നായി മഷി പോലെ അരച്ചിട്ടുള്ളതാണത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ഓൺ ചെയ്യുക. എന്നിട്ട് ഈ അരപ്പ് ചേർത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് എന്നിട്ട് തിളയ്ക്കട്ടെ. ഇത് കട്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ എത്ര എളുപ്പമുള്ള കറിയാണെന്നറിയോ. ഇതിൽ വേറെ ഒന്നുമില്ല. ഇനി നന്നായി തിളച്ച് ഇതിലെ ഈ നാളികേരത്തിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി കണ്ടിട്ട് ഒഴിച്ചങ്ങ് ഓഫ് ചെയ്യാം. അതാണ് നമ്മുടെ കട്ടിപ്പരിപ്പ്. അപ്പോൾ ചിലവർ പച്ച വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യ് ഒഴിക്കാറുണ്ട്. നെയ്യ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ നെയ്യ് ഒഴിക്കാം കേട്ടോ. നിങ്ങൾക്കറിയാം എനിക്ക് നെയ്യ് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ നാളികേരത്തിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഇതിൽ കടുക് കാച്ചലോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇത് പച്ച വെളിച്ചെണ്ണ മാത്രം കറിവേപ്പിലയും കൊണ്ട് ഒഴിച്ചിട്ട് എടുക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മുടെ കട്ടിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കട്ടി കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. കൺസിസ്റ്റൻസി എത്ര വേണ്ടതെന്ന് അനുസരിച്ച് മാറ്റം വരുത്തുക കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ പോകുന്നത്. തണുക്കുന്നോറും ഇതിനേക്കാളും കുറച്ചും കൂടെ കട്ടി കൂടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കുറവാണ്, ഉപ്പില്ല. ഉപ്പിട്ട് കൊടുക്കുക.
നമ്മുടെ തൃശ്ശൂർക്കാർക്ക് അത്ര വിളമ്പാറുണ്ട്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. തെക്കോട്ട് പോകുന്തോറും ഇതാണ് ആദ്യം ചോറിലേക്ക് പരിപ്പും നെയ്യുമാണ് ആദ്യം കഴിക്കുക. അതിനുശേഷം മാത്രമേ സാമ്പാറും പുളിശ്ശേരിക്ക് കഴിക്കുകയുള്ളൂ. അപ്പോൾ അത് ഓരോ സ്ഥലത്തേക്കും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല അവിടെയൊക്കെ പോകുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാറുണ്ട്. വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളി അരച്ച് ചേർക്കാം. എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ കോട്ടയത്ത് കല്യാണത്തിന്, എൻ്റെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോയിട്ട് ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് ചോറും ഒക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് വന്ന് കുറേ പരിപ്പ് ഒഴിച്ചു, അതിലേക്ക് കുറേ നെയ്യ് ഒഴിച്ചു. നിങ്ങൾക്കറിയാലോ ഞാൻ നെയ്യ് കഴിക്കാത്ത ആളാണ്. അപ്പോൾ ആ ചോറ് കഴിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾക്ക് നമ്മുടെ മുന്നിലിട്ട ചോറ് ഒരിക്കലും കളയാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ ആ ഒരു ഓർമ്മയാണ് ഇപ്പോഴും എനിക്ക് പരിപ്പ് കാണുമ്പോൾ. അപ്പോൾ ഇത് മതി, നമുക്ക് ഓഫ് ചെയ്യാം. അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണത്. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫൈനലായിട്ട് ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എന്താ പറയുക, നെയ്യും പരിപ്പാണ് അതിൻ്റെ കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താ കട്ടിപ്പരിപ്പ് കാണിക്കാത്തേന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിവേ നിങ്ങളുടെ റിക്വസ്റ്റ് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇത് എളുപ്പമല്ല ഉണ്ടാക്കാൻ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ടേസ്റ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഒരു കുറവ് തോന്നുകയാണെങ്കിൽ ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുത്താൽ മതിയാവും, അപ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഫൈനൽ ടേസ്റ്റ് ചെയ്തപ്പോഴും പച്ചമുളക് കുറച്ച് കുറവ് തോന്നുകയാണ് കാരണം ഞാനൊരു പച്ചമുളക് ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതിൽ ഒരുപാട് എരിവ് പാടില്ല കേട്ടോ. ഇതും എരിവ് തോന്നാത്ത കാരണമാണ് ഞാനിപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തത്. ഒരുപാട് എരിവ് വേണ്ട, അതായത് ലൈറ്റ് ആയിട്ടുള്ള എരിവ് പാടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കട്ടിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഇതാണ് എൻ്റെ അത്തപ്പൂക്കളം. വീട്ടിലുള്ള പൂക്കൾ മാത്രം വെച്ചുണ്ടാക്കാൻ പറ്റുള്ളൂ. പുറത്തുനിന്നൊന്നും നമ്മൾ സാധാരണ അത്തത്തിന് പൂക്കൾ വാങ്ങിക്കാറില്ല. അത്തത്തിന് നല്ല സാധാരണ പണ്ട് വീട്ടിലുണ്ടാവുന്ന പൂക്കൾ വെച്ചിട്ടല്ലേ നമ്മൾ അത്തത്തിന് പൂക്കൾ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീട്ടിൽ പൂക്കളില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് പുറത്തുനിന്നൊക്കെ പൂക്കളൊക്കെ വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് വെച്ച് കണ്ടിട്ട് ഒരു ചെറിയൊരു പൂക്കളം ഞാൻ ഇട്ടു. അപ്പോൾ എല്ലാവരും ഇതുപോലെ അത്തം തൊട്ടിട്ട് ഓണം വരെ പൂക്കളൊക്കെ ഇട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കും സന്തോഷമാവട്ടെ. അപ്പോൾ നിങ്ങളും സന്തോഷമായിട്ടിരിക്കൂ. അപ്പോൾ എല്ലാവരും പൂക്കളിടാൻ മറക്കരുത് കേട്ടോ. പൂവിൻ്റെ ഉള്ളിൽ നല്ല തേനുണ്ടെന്ന് തോന്നുന്നു, നിറച്ച് ഉറുമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പോട്ടെ. ഇതാണ് എൻ്റെ അമ്മായി, ത്രിപുരമ്മായി. ഒരു ഹായ് പറഞ്ഞ അമ്മായി. ഹായ്. ഇതാണ് ത്രിപുര ടീച്ചറിയും തമ്പ മാഷ്ടയും മകൻ ശരത്തേട്ടൻ, എൻ്റെ അമ്മായിയുടെ മകൻ. ഇതാരാന്നറിയാമോ? ഇതാണ് എൻ്റെ മാമൻ, അതായത് അമ്മായിയുടെ ഹസ്ബൻഡ് തമ്പാൻ മാഷ്, തമ്പാൻ മാമൻ. മാമ നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാരുടെ പ്രിയപ്പെട്ട തമ്പാൻ മാസ്റ്റർ. ഇതാണ് എൻ്റെ കുടുംബം. ഞാൻ നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരെയും ഇതേപോലെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്ന, പുറത്തൊക്കെ കാണുമ്പോൾ ഒരു ഹായൊക്കെ പറഞ്ഞോളൂ ഇവരുടെ അടുത്തൊക്കെ.